ദൈവനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഇന്നത്തെ വായന ഭാഗം സങ്കീർത്തനങ്ങൾ 112 മുതൽ 114 വരെ. ഇന്നത്തെ നമ്മുടെ അല്പസമയത്തെ ചിന്തയ്ക്കായി തിരഞ്ഞെടുത്തിരിക്കുന്ന വേദഭാഗം 2 ദിനവൃത്താന്തം 26 അധ്യായം 3 വാക്യം. ഉസ്സിയാവ് വാഴ്ച തുടങ്ങിയപ്പോൾ അവന് 16 വയസ്സായിരുന്നു. രാജ്യ വിഭജനത്തിനു ശേഷം യഹൂദായിൽ ഭരണം നടത്തിയ 10ാമത്തെ രാജാവായിരുന്നു ഉസ്സിയാവ്. യഹോവ എൻ്റെ ബലം എന്നതാണ് ഉസ്സിയാവ് എന്ന പേരിൻ്റെ അർത്ഥം. ഈ പേര് വേദപുസ്തകത്തിൽ മറ്റു പലർക്കും കാണപ്പെടുന്നു. ഉസ്സിയാവിന് അസര്യാവ് എന്നും പേരുണ്ടായിരുന്നതായി 2 രാജാക്കന്മാർ 15 അധ്യായത്തിൽ കാണുന്നുണ്ട്. യഹൂദ രാജാവായിരുന്ന അമസ്യാവിൻ്റെയും യൊഖല്യയുടെയും മകനായിരുന്നു ഉസ്സിയാവ്. തൻ്റെ പിതാവായ അമസ്യാവ് കൊല ചെയ്യപ്പെട്ടതിനാൽ ഉസ്സിയാവിന് തൻ്റെ 16ാമത്തെ വയസ്സിൽ രാജ്യഭാരം ഏറ്റെടുക്കുകയും തുടർന്ന് 52 വർഷങ്ങൾ രാജ്യത്തിന് നേതൃത്വം നൽകുകയും ചെയ്യുന്നു. ഈ പ്രഭാതത്തിൽ ഉസ്സിയാവിൻ്റെ ജീവിതത്തെക്കുറിച്ച് നമുക്ക് ഒന്ന് മനസ്സിലാക്കുവാനായിട്ട് ശ്രമിക്കാം. ഒന്നാമതായി, രാജ്യത്തെ അഭിവൃദ്ധിയിലേക്ക് നയിക്കുന്ന ഉസ്സിയാവ്. ഉസ്സിയ രാജാവിൻ്റെ ഭരണകാലത്ത് യഹൂദ സാമ്പത്തികമായും സൈനികമായും അഭിവൃദ്ധി നേടിയിരുന്നു. പിതാവിൻ്റെ കാലത്തുണ്ടായ ബന്ധത്തിൻ്റെ ചില തകർച്ചകൾ ഉസ്സിയ രാജാവ് പരിഹരിക്കുന്നു. അങ്ങനെ ഇസ്രായേലുമായി ഉണ്ടായ രമ്യത ഇരു രാജ്യങ്ങൾക്കും സമാധാനവും സഹകരണവും നേട്ടങ്ങളും ഉണ്ടാകുന്നു. മാത്രമല്ല, അക്കാബ കടലിടുക്കിൽ സ്ഥിതി ചെയ്തിരുന്ന ഏലത്ത് തുറമുഖ പട്ടണം പുതുക്കി പണിയുവാനും കഴിഞ്ഞു. രാജ്യത്തിൻ്റെ അതിർത്തി വ്യാപിപ്പിക്കുകയും യെരുശലേമിൻ്റെ മതിലുകൾ ബലപ്പെടുത്തുകയും ചെയ്തു. ഉസ്സിയാവിന് ശക്തിമത്തായ ഒരു സൈന്യവും അതിൽ ആയിരക്കണക്കിന് പടത്തലവന്മാരും യുദ്ധവീരന്മാരും ഉണ്ടായിരുന്നതായിട്ട് തിരുവചനം പറയുന്നു. രാജ്യത്തെ കാർഷിക മേഖലയെയും മൃഗസമ്പത്തിനെയും പരിപോഷിപ്പിക്കുകയും അനേകം കിണറുകൾ കുഴിപ്പിക്കുകയും ചെയ്തിരുന്നു. ഇവയെല്ലാം ഉസ്സിയ രാജാവിൻ്റെ കാലഘട്ടത്തിലെ സമ്പൽ സമൃദ്ധിയെയാണ് സൂചിപ്പിക്കുന്നത്. അങ്ങനെ ഉസ്സിയാവ് തൻ്റെ രാജ്യത്തെ അഭിവൃദ്ധിയിലേക്ക് നയിക്കുന്നതായിട്ട് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നു. രണ്ടാമതായിട്ട്, ഭോഷത്വം പാപത്തിലേക്ക് നയിക്കുന്നു. തൻ്റെ രാജ്യം അഭിവൃദ്ധി പ്രാപിച്ചപ്പോൾ ഉസ്സിയാവിൻ്റെ ജീവിതം ഭോഷത്വത്തിലേക്ക് തിരിയുന്നു. അങ്ങനെ ഉസ്സിയാവ് ഭീകരമായ കുഷ്ഠരോഗിയായിട്ട് തീരുന്നു. കാരണം പുരോഹിതന്മാർക്ക് മാത്രം അവകാശപ്പെട്ട ധൂപം കാട്ടുക എന്ന നിയമം വകവയ്ക്കാതെ തന്നെ തടഞ്ഞ പുരോഹിതന്മാരെയും മാറ്റി നിർത്തിക്കൊണ്ട് ദൈവാലയത്തിൽ കടന്ന് ധൂപപീഠത്തിന്മേൽ ധൂപം അർപ്പിക്കുകയാണ് ഉസ്സിയ രാജാവ് ചെയ്യുന്നത്. ഈ നിഗളഭാവം തൻ്റെ നാശത്തിന് കാരണമായതായി തിരുവചനം പറയുന്നു. അങ്ങനെയാണ് അദ്ദേഹം രോഗിയായിട്ട് തീർന്നത്. അങ്ങനെ രോഗിയായി തീർന്നത് മുതൽ പുറത്തേക്കെങ്ങും പോകാതെ ഒരു പ്രത്യേക ശാലയിൽ ഉസ്സിയാവിന് താമസിക്കേണ്ടി വരുന്നു. അങ്ങനെ ജനഹൃദയങ്ങളിൽ ജീവിച്ച, രാജ്യത്തെ അഭിവൃദ്ധിപ്പെടുത്തിയ ഉസ്സിയ രാജാവ് ഈ ലോകത്തു നിന്നും മാറ്റപ്പെടുന്നു. പ്രിയമുള്ളവരെ, സദൃശവാക്യങ്ങൾ 15 അധ്യായത്തിൻ്റെ 33 വാക്യത്തിൽ ഇപ്രകാരം പറയുന്നു: യഹോവ ഭക്തി ജ്ഞാനോപദേശമാകുന്നു, മാനത്തിന് വിനയം മുന്നോടിയാകുന്നു എന്ന്. നാം എത്ര തന്നെ ഉയരങ്ങളിലെത്തിയാലും വിനയത്തോടെ ജീവിക്കുവാൻ ദൈവം നമ്മെ ഓരോരുത്തരെയും ശക്തരാക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. പ്രിയ കർത്താവേ, ഞങ്ങൾ എത്ര തന്നെ അഭിവൃദ്ധിയിലേക്ക് എത്തിയാലും താഴ്മയോടെയും വിനയത്തോടെയും ജീവിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ. ആമേൻ.